രണ്ട് കാര്യങ്ങളിലൂടെ എനിക്ക് ക്ലാരിറ്റി എത്താനുണ്ട്. എപ്പോഴും കിട്ടുന്ന ആളല്ലല്ലോ, അതുകൊണ്ട് അത് രണ്ട് കാര്യങ്ങളൂടെ ചോദിക്കാമെന്ന് വിചാരിക്കുന്നു. ഒന്ന്, ഇതുപോലെ തന്നെ റൂമേഴ്സായിട്ടും കഥകളായിട്ടും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ പ്രകാശ് രാജിന് തന്നെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഏറ്റവും ബ്രേക്കിംഗ് ആയിട്ടുണ്ടായിരുന്ന ആസ എന്ന സിനിമയിലത്തെ വേഷം, അജിത് കുമാറിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേഷം, അത് മനോജ് കെ ജയനായിരുന്നു ചെയ്യാനിരുന്നത്. വസന്തിന് വലിയ ആഗ്രഹമായിരുന്നു മനോജ് കെ ജയൻ ആ വേഷത്തിലേക്ക്, മേജർ മാധവൻ എന്ന റോളിലേക്ക് കാസ്റ്റ് ചെയ്യായിരുന്നു. അത് അങ്ങനെ തന്നെയാണോ സത്യാവസ്ഥ? സത്യം തന്നെയാണ്. കാരണം ഞാൻ അതിന് ആസയ്ക്ക് 2 വർഷം മുമ്പാണ് തളപതി ചെയ്തത്. GB ഫിലിംസിന്റെ പടമായിരുന്നു. മണിസാറാണ്, ആ ഒരു പരിചയമുണ്ടല്ലോ. അതിനുശേഷം തളപതി കഴിഞ്ഞപ്പോൾ ഞാനിവിടെ സർഗം റിലീസായി, ഞാൻ ഫുൾ ടൈം ബിസിയായി. കുറേ നല്ല പടം ഹീറോയിക് ക്യാരക്ടേഴ്സിലേക്ക് വന്നു. കുടുംബസമേതമൊക്കെ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഈ തമിഴിൽ നിന്ന് ഈ വിളി വരുന്നത്, ആലയം ഫിലിംസ് എന്നാണ് പറഞ്ഞത്. അത് എനിക്ക് തോന്നുന്നു മണിരത്നത്തിന്റെ ഓൺ പ്രൊഡക്ഷൻ, പുള്ളി സ്വന്തം പ്രൊഡക്ഷൻ ഇട്ടു. ആലയം പ്രൊഡക്ഷൻസിൽ നിന്ന് വിളിക്കുകയാണ്, സാർ ഇങ്ങനെ നിങ്ങൾക്ക് റോള് പുതിയ പടത്തിൽ മണിസാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ്, വസന്താണ് സംവിധാനം, അപ്പോൾ എപ്പോഴാണ് മദ്രാസിലേക്ക് അടുത്തങ്ങാൻ വരുന്നുണ്ടോ? അപ്പോൾ ഈ സ്ഥിരം ഡബ്ബിംഗ് എല്ലാം മദ്രാസിലാണ്, ഉടനെ വരുന്നുണ്ട്, പടത്തിൻ്റെ ഡബ്ബിങ്ങിന് വരുന്നുണ്ട്, സാർ വന്ന ഉടനെ ആലയം പ്രൊഡക്ഷൻസ് ഓഫീസിലൊന്ന് വരണം, സാറിനെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന ഉടനെ മദ്രാസ് ചെന്നവൻ്റെ വണ്ടി ഒരു നേരെ ടി നഗറിലാണ് ഓഫീസ്. ടി നഗറിൽ ഒരു സ്റ്റെയറിങ്ങിന് ഇപ്പോഴും ഓർക്കുന്നുണ്ട്, സ്റ്റെയർ കയറി ചെന്ന് ഞങ്ങൾ ചെല്ലുമ്പോൾ മണിസാർ ഇതുപോലെ ഇവിടെ ഇരിക്കുന്നു, നിങ്ങളിരിക്കുന്ന ഞാനിരിക്കുന്നു. ഇപ്പുറത്ത് വേറെ ആളെ പെണ്ണ്, എനിക്ക് ആളാന്ന് അറിയില്ല. അപ്പോൾ എനിക്ക് സാറിന് മണിസാറിനെ, സാർ വളരെ നല്ല ഇറക്കാന്നൊക്കെ ചോദിച്ചു. അതിനുശേഷം മനോജ്, ഇത് വസന്ത്, എൻ്റെ പുതിയ പടം, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം ഡയറക്റ്റ് ചെയ്യുന്ന വസന്ത്, അപ്പോൾ മനോജിനൊരു നല്ല വേഷമുണ്ട് അതിൽ, അത് ചെയ്യണം, അതൊന്ന് വസന്ത് കഥ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ കഥയൊക്കെ കേൾക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ചോദിച്ചു, ഇത് അടുത്ത കൊല്ലാണ് ഞാനൊരു അമേരിക്കൻ പ്രോഗ്രാം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഈ ഭഗവാൻ ആ സമയത്ത് വരുമോ എന്ന് പറഞ്ഞത്. പെട്ടെന്ന് ചോദിച്ചാൽ എന്നാ സാർ ഡേറ്റ്? അത് നമ്മൾ ഏപ്രിൽ മെയ്യിൽ ഷൂട്ട് ചെയ്യണം എന്ന് പുള്ളി ഡയറക്ടർ പറഞ്ഞു. ഞാൻ ഞാൻ ഒരു സെക്കൻഡ് അങ്ങ് സ്തബ്ധനായി എന്ന് പറഞ്ഞ പോലെ. ആ സെയിം ഡേറ്റാണ് അമേരിക്ക പോകേണ്ടത്. ഓൾറെഡി അവിടെ പരസ്യമൊക്കെ ചെയ്തു കഴിഞ്ഞു. അമേരിക്കയിൽ ഫസ്റ്റ് പ്രോഗ്രാം മുരളിച്ചേട്ടനായി ഞാൻ, ഉർവശി, അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് അതിൽ പോകുന്നു. സാർ ഇങ്ങനെ ഒരു പ്രോഗ്രാം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അയ്യോ ഇത് മിസ് ചെയ്തത്, ഭയങ്കര നല്ല റോളാണെന്ന് പറഞ്ഞു. ഞാൻ അവരോടൊന്ന് ചോദിച്ചു നോക്കണം, സ്പോൺസേഴ്സിന് ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ സെവൻ ആർട്സ് വിജയകുമാറാണ്, നമ്മുടെ കാതോട് കാതോരത്തിന്റെ പ്രൊഡ്യൂസറാണ്, ആ പ്രോഗ്രാം. അപ്പോൾ സെവൻ ആർട്സ് വിജയകുമാറോട് ഞാൻ ചോദിച്ചു, ചേട്ടാ ഇങ്ങനെ ഒരു പടം തമിഴിൽ ഉഗ്രം പടമാണ്, നല്ല ക്യാരക്ടറാണ്, എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ മനോജ്, എന്താ നിങ്ങളുടെയൊക്കെ പടം വെച്ച് അവിടെ അമേരിക്ക മുഴുവൻ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്, നിങ്ങൾ ചെന്നില്ല, അത് നമ്മൾക്ക് ചോദ്യം വരില്ല, ഒരു വിഷയമില്ല, ഒരു കാരണവശാലും പറ്റില്ല.